വെൽക്കം ടു ദി നെക്സ്റ്റ് ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് ഡയറക്ഷൻ ആൻഡ് ഡിസിഷൻ പോയിന്റ്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് എന്ത് റീസണിന് വേണ്ടിയാണെങ്കിലും ആയിക്കോട്ടെ, ബട്ട് അതിനൊരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ളൊരു ഡയറക്ഷൻ ഉണ്ടാവണം. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരിയർ ആൻഡ് ഗ്രോത്ത് റോഡ് മാപ്പിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളൊരു കരിയർ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ചൂസ് യുവർ പാത്ത് ബിൽഡ് വിത്ത് ക്ലാരിറ്റി. ഇപ്പോൾ കൃത്യമായി നമ്മുടെ ഈ ഒരു സെഷൻ തന്നെ എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാരിറ്റി മാസ്റ്റർ ക്ലാസ് ആണ്. അപ്പോൾ ചൂസ് യുവർ പാത്ത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെങ്കിലും അതിന് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം. സോ ദ ഫസ്റ്റ് ട്രൂത്ത്, അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന വലിയൊരു സത്യം തന്നെയാണ്, ദർ ഈസ് നോ സിംഗിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം, നമുക്ക് എല്ലാവർക്കും പറയാം ഐ എം എ ഡിജിറ്റൽ മാർക്കറ്റർ ആഫ്റ്റർ കഴിഞ്ഞതിന് ശേഷം. ഒരു ബിസിനസ്സുകാരനാണെങ്കിലും പറയാം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അയാൾക്ക് എന്തിലാണ് കഴിവെന്നുള്ളതിനനുസരിച്ചാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്ററുടെ കരിയർ ഇരിക്കുന്നത്. ഇത് ഏകദേശം നമ്മളൊരു ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഒരാളൊരു ഡോക്ടറാണെന്ന് ചോദിച്ചാൽ യെസ് ഹി ഈസ് എ ഡോക്ടർ. എന്തിൻ്റെ ഡോക്ടറെന്ന് പിന്നെ ചോദിക്കത്തില്ല, പിന്നെ ഒരു ചോദിക്കത്തില്ല അയാൾ എന്തിൻ്റെ ഡോക്ടറാണ്, അയാൾ ഓർത്തോ ആണോ, അതല്ലെന്നുണ്ടെങ്കിൽ അയാൾ ജനറൽ ഫിസിഷ്യൻ ആണോ, അതല്ലെങ്കിൽ ഡെൻ്റൽ ഡോക്ടറാണോ, സ്കിൻ ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കില്ലേ. ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റർ ആയി കഴിഞ്ഞതിന് ശേഷം അയാൾ എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ഇതിനനുസരിച്ചാണ് അയാളുടെ കരിയറും അയാളുടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീലാൻസർ ആണെങ്കിലും ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് എ സ്കിൽ എക്കോസിസ്റ്റം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കോഴ്സ്. അത് ആദ്യം മനസ്സിലാക്കി, ഇതൊരു കോഴ്സ് മാത്രമല്ല. ഈ കോഴ്സിലൂടെ പഠിക്കുന്ന എന്താണ്, കുറേ സ്കില്ലുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് എ സ്കിൽ എക്കോസിസ്റ്റം. സോ യുവർ ഗ്രോത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ, നിങ്ങളുടെ വളർച്ച എന്തിൻ്റെ ബേസിസിലായിരിക്കും, നിങ്ങളുടെ വളർച്ച യുവർ ഗോൾ, യുവർ റിസ്ക്, യുവർ ഇൻകം എക്സ്പെക്റ്റേഷൻസ്, യുവർ എഫോർട്ട് കപ്പാസിറ്റി. 4 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, യുവർ ഗോൾ, നിങ്ങൾ എന്താണ് ആവാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യം തന്നെ നമുക്ക് ഒരു മുൻവിധി ഉണ്ടാവണം, അല്ലാതെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ആലോചിക്കേണ്ട കാര്യമല്ല. അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന റിസ്ക് എന്തൊക്കെയാണ്, നമ്മൾ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് കുറേ നാൾ വർക്ക് ചെയ്യാൻ പോവുകയാണോ, നമ്മൾ എവിടെയെങ്കിലും കുറേ നാൾ പൈസ മുടക്കി പഠിച്ച് വീണ്ടും പഠിച്ച് ഒരു വർഷത്തിന് ശേഷമാണോ നമ്മളിതിലേക്ക് ഇറങ്ങാൻ പോകുന്നത്, നമ്മളിതിനു വേണ്ടി എടുക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടുന്ന ഇൻകം എക്സ്പെക്റ്റേഷൻസ്. നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര രൂപയാണ് വേണ്ടത്, എത്ര രൂപ സാലറിയാണ് വേണ്ടത്. ഓക്കെ, എനിക്ക് 20,000 രൂപ വേണം, ചിലർക്ക് 50,000 രൂപ വേണം, ചിലർക്ക് അതിന് മുകളിലേക്കും വേണമായിരിക്കും മന്ത്ലി സാലറി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻകം എക്സ്പെക്റ്റേഷനും നമ്മൾ പഠിക്കുന്ന സ്കില്ലും തമ്മിൽ എവിടെ വെച്ചാണ് മാച്ച് ആവുന്നതെന്ന് അറിയണ്ടേ. ഇത് എപ്പോൾ മുതലായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കണം. ഇതിനെല്ലാം അപ്പുറത്തൊരു കാര്യവും കൂടിയുണ്ട്, യുവർ എഫോർട്ട് കപ്പാസിറ്റി. ഇപ്പം നമ്മൾ ഈ ഒരു പാത്തൊക്കെ ഡിഫൈൻ ചെയ്ത് ഓക്കെ മനസ്സിലായി, നമുക്ക് 50,000 രൂപ സാലറി കിട്ടണമെങ്കിൽ, മന്ത്ലി സാലറി കിട്ടണമെങ്കിൽ ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചാൽ മതി, ഈ ഒരു സെക്ടറിൽ സ്പെഷ്യലൈസ് ചെയ്താൽ മതി. പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫോർട്ട് എത്രത്തോളം ഉണ്ട്, ആ എഫോർട്ട് എടുക്കാൻ നിങ്ങൾക്കുള്ള കപ്പാസിറ്റി. അത് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില സെക്ഷൻസിൽ നമുക്ക് വലിയ നോളജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കൊരു സ്കില്ലുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് കോഡിങ്ങും കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ അധികം മനസ്സിലായെന്ന് വരത്തില്ല. അവരെങ്ങനെയൊക്കെ നോക്കിയാലും ചിലർക്ക് അത് അത്ര എളുപ്പമല്ല. അവരത് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഒരു പരിധി വരെ ചിലപ്പം SEO ഒക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ചിലത് അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകൾക്കുള്ളൊരു കപ്പാസിറ്റി ആ ഒരു സെക്ഷനിൽ കുറവായിരിക്കും. പക്ഷെ അവർക്ക് മറ്റെന്തിലെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു റൈറ്റ് ഡയറക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളൊരു റോങ് കരിയർ ചൂസ് ചെയ്ത് അതുവഴി സ്റ്റക്കായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മളതെല്ലാം, നമ്മുടെ എഫോർട്ടെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം, നമുക്കിത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പം ദ 4 ക്ലിയർ പാത്ത്സ് ഞാൻ ആദ്യം കാണിക്കുകയാണ്. ചൂസ് യുവർ ഡയറക്ഷൻ. നിങ്ങൾ ഒരു ജോബ് ഫോക്കസ്ഡ് മാർക്കറ്ററാണോ, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണോ, അതോ നിങ്ങളൊരു ഫ്രീലാൻസർ ആവാൻ വേണ്ടിയാണോ, അതോ നിങ്ങളൊരു ബിസിനസ് ഓണറാണോ, അതല്ലെങ്കിൽ നിങ്ങളൊരു ഏജൻസി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനാണോ. ഇത് കൂടാതെ കുറച്ച് സെക്ഷൻസും കൂടെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ മണി മേക്കിംഗ്, പാസീവ് ഇൻകം, ഇതുപോലെയുള്ള ചെറിയ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആവുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുമൊക്കെ വരുന്നുണ്ട്. എന്നാലും മെയിൻലി ഈ 4 സെക്ഷൻസാണ് എപ്പോഴും കൂടുതലും ആളുകൾ ഉള്ളത് ഈ ഒരു സെക്ടറിൽ. അതായത് ഒന്നെങ്കിൽ ജോലി, അല്ലെങ്കിൽ ഫ്രീലാൻസിങ്, അതല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസി തുടങ്ങുക, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് പാത്ത്, ഡിഫറെൻറ്റ് സ്കിൽ ഡെപ്ത് ആൻഡ് ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റി. മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് പാത്ത്,
ഡിഫറെൻറ്റ് സ്കിൽ ഡെപ്ത് ആൻഡ് ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റി. പഠിക്കുന്നത് എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും ആളുകൾക്ക് വേണ്ടുന്ന സ്കിൽസിൻ്റെ അളവ് വേറെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയും വേറെയാണ്.